സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് തന്റെ പരാതി അന്വേഷിപ്പിക്കണമെന്ന് PV അൻവർ MLA തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകും. മുഖ്യമന്ത്രി ADGPയെ കാണിച്ചു കൊടുത്ത വാറോലയാണ് വായിച്ചത്. ജുഡീഷ്യറിയിൽ മാത്രമാണ് പ്രതീക്ഷ. LDF വിടില്ല. സ്വർണ്ണക്കടത്തിൽ തന്റെ പങ്കും അന്വേഷിക്കട്ടെ. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറി നിൽക്കണമെന്ന കത്ത് ലഭിക്കും വരെ LDFന്റെ ഭാഗമാണെന്നും PV അൻവർ പറഞ്ഞു. വിവരങ്ങളുമായി ശിവദാസ, ഇന്നലെ PV അൻവർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. LDFുമായി തനിക്ക് യാതൊരു ബന്ധവും ഇനി ഇല്ല, അല്ലെങ്കിൽ LDFുമായി ഇനി തനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് മാത്രമല്ല, സ്വതന്ത്രനായി നിൽക്കാനാണ് താൻ താല്പര്യപ്പെടുന്നത്. ഞായറാഴ്ചയാണ് ഭാവി പരിപാടികൾ എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നു LDF വിടുന്ന യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. PV അൻവറിന്റെ നിലപാട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ഒരവസ്ഥയാണോ? അദ്ദേഹത്തിന്റെ ശരിയായ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടുണ്ടോ ഇല്ലയോ? ദേവിക, അദ്ദേഹം രാജിവെക്കുന്ന കാര്യത്തിൽ എല്ലാം തന്നെ ഇപ്പോൾ വ്യക്തതയുണ്ട്. പക്ഷെ അദ്ദേഹം പാർട്ടിയിൽ തുടരുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോഴും വ്യക്തത തുടരുന്നത്. നിലവിൽ അദ്ദേഹം CPM കമ്മിറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ല എങ്കിൽ പോലും പാർട്ടിക്ക് വിധേയമായിട്ടാണ് താൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോഴും കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാടുകൾക്ക് എതിരായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരുന്നത്. കാരണം പാർട്ടിക്കെതിരായ നിലപാടുകൾ വീണ്ടും ആവർത്തിക്കുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നു താൻ രാജിവെക്കില്ല. കാരണം എനിക്ക് ജനങ്ങൾ നൽകിയതാണ് ഈ MLA സ്ഥാനം. അതോടൊപ്പം തന്നെ പാർലമെന്ററി സമിതിയിൽ നിന്നും താൻ തൽക്കാലം വിട്ടുപോകില്ല. എനിക്ക് ഔദ്യോഗികമായി അത്തരത്തിൽ കത്ത് ലഭിച്ചാൽ മാത്രമേ ഇത്തരം സമിതികളിൽ നിന്നും LDFിൽ നിന്നും താൻ മാറി നിൽക്കുകയുള്ളൂ. അതുവരെ താൻ LDFിൽ തുടരും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് LDFുമായി ബന്ധമില്ല എന്നാണ്. പക്ഷേ കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഞായറാഴ്ച എടുക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഞായറാഴ്ച ഒരു പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ ജനങ്ങളോട് തന്റെ നിലപാട് പറയും എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഒരു കൃത്യമത ഇല്ല. പക്ഷേ അദ്ദേഹം തുടരുന്ന ഈ പ്രതികരണങ്ങളിൽ ഇപ്പോഴും, അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ എടുത്ത നിലപാടുകളിൽ ഇപ്പോഴും അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് ഇന്നും ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ പാർട്ടിക്കെതിരെയുമുള്ള പ്രതികരണങ്ങൾ ഇന്നും അദ്ദേഹം തുടരുന്നു. കാരണം പാർട്ടി ഇനിയും തനിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നില്ല എന്ന് തനിക്കറിയാം. പക്ഷേ ഇനിയും അത് തുടരുകയാണെങ്കിൽ താൻ നിയമപരമായി മുന്നോട്ട് നീങ്ങും. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകും. കാരണം തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട്. ആ തെളിവുകൾ എല്ലാം തന്നെ പാർട്ടിക്കും ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും തനിക്ക് നീതി ലഭിക്കുന്നില്ല. ഇനി തീയാവുകയാണ് മറ്റു മാർഗം. നീതി ലഭിക്കുന്നില്ല എങ്കിൽ തീയാവുകയാണ് മറ്റു മാർഗം. അതുകൊണ്ട് ഇനി നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകും. ഹൈക്കോടതിയിൽ ഹർജി നൽകും. അത്തരത്തിൽ ജുഡീഷ്യറിയെ മാത്രമാണ് ഇനി വിശ്വാസമുള്ളത് എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണമായും സർക്കാരിനെയും ഇടത് പക്ഷത്തെയും എല്ലാം തള്ളിപ്പറയുന്ന അത് വീണ്ടും ആവർത്തിക്കുകയാണ് എന്ന് വ്യക്തമാണ്. പക്ഷെ അദ്ദേഹം തന്റെ ആ അധികാര രാഷ്ട്രീയത്തിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴും അത് പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെ, അല്ലെങ്കിൽ അവരുടെ എല്ലാം തന്നെ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം പ്രവർത്തനത്തിന്റെ ഫലമായാണ് അദ്ദേഹം MLA ആയിട്ടുള്ളത്. പക്ഷേ അത് കൈവിടാതെ ആണ് ഇപ്പോൾ PV അൻവറിന്റെ ഇപ്പോഴുള്ള ഈ പ്രതികരണവും വന്നിരിക്കുന്നത്. ഇനി ഔദ്യോഗിക തലത്തിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി ഇടപെടുകയാണെങ്കിൽ, അത്തരത്തിൽ ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിനൊപ്പം നിൽക്കും എന്നാണ് പറയുന്നത്. എങ്കിലും പോരാട്ടം ഇനിയും തുടരും. താൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ജുഡീഷ്യറിയെ മാത്രമാണ് വിശ്വാസം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ശിവദാസ് ഖാൻ മനമാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.